ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. VWalk മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. പരിസ്ഥിതിയും വികസനവും ഇന്ത്യൻ അനുഭവങ്ങൾ പുസ്തകത്തിന്റെ പ്രകാശനം ചേലക്കര വായനശാലയിൽ വെച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിദ്ധീകരണ കൺവീനർ TK മീരാഭായ് അനാച്ഛാദനം ചെയ്തു. പരിസ്ഥിതിയും വികസനവും ഇന്ത്യൻ അനുഭവങ്ങൾ പുസ്തകത്തിന്റെ പ്രകാശനം ചേലക്കര വായനശാലയിൽ വെച്ച് പരിഷത്ത് പ്രസിദ്ധീകരണ സമിതി കൺവീനർ TK മീരാഭായ് ടീച്ചർ നിർവഹിച്ചു. ഗ്രന്ഥങ്ങളായിട്ടും ശാസ്ത്ര സാഹിത്യമായിട്ടും കഥയായിട്ടും പല തരത്തിലുള്ള റഫറൻസ് ഗ്രന്ഥങ്ങളായിട്ടും അങ്ങനെ ഒരു 1500ഓളം അധികം പുസ്തകങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം ചില വർഷങ്ങളിലൊക്കെ 2-2.5 കോടിയോളം രൂപയുടെ പുസ്തക പ്രചാരണമാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വീടാന്തരം കയറി ഇറങ്ങി. ഓൺലൈൻ ബുക്കിംഗ്, ഓൺലൈൻ വിൽപ്പന എല്ലാം നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ആളുകളുമായി നേരിട്ട് സംവദിച്ചുകൊണ്ടുള്ള പുസ്തക പ്രചാരണ രീതിയാണ് നമുക്കുള്ളത്. അത്തരത്തിൽ നമ്മളെ തന്നെ മറ്റ് പ്രസാധകരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് സാധിക്കുക എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രസാധകരെ അപേക്ഷിച്ച് താരതമ്യേന നല്ല രീതിയിൽ, നല്ല തെറ്റുകൂടാതെ പ്രൂഫ് റീഡിംഗ് ഒക്കെ വളരെ നന്നായി തന്നെ പുസ്തകങ്ങൾ ഇറക്കാനും പരിഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പരിഷത്ത് കുടുംബത്തിന്റെ 70,000-ഓളം വരുന്ന പരിഷത്ത് കുടുംബത്തിന്റെ ഒരുമിച്ചുള്ള വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു പുസ്തക പ്രചാരണം എന്ന് പറയുന്നത്. ആശയ പ്രചാരണത്തോടൊപ്പം തന്നെ നമ്മൾ മറ്റ് സംഘടനകളിൽ നിന്ന് വ്യതിരിക്തമാകുന്നത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം കണ്ടെത്തുന്നത് നമ്മുടെ പുസ്തക പ്രചാരണത്തിലൂടെയാണ്. എവിടെയും നമുക്ക് വളരെ അഭിമാനപൂർവ്വം നെഞ്ചുയർത്തി പറയാനായിട്ട് കഴിയും. വേറെ ആർക്കും അത് അവകാശപ്പെടാനായിട്ട് കഴിയില്ല. നമ്മൾ മറ്റുള്ളവരോട് സംഭാവന പിരിച്ചിട്ടല്ല നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുസ്തക പ്രചാരണത്തിലൂടെയാണ്. പുസ്തക വിൽപ്പന എന്നല്ല നമ്മൾ പറയാറ്, പുസ്തക പ്രചാരണം എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ഗാഡ്ഗിലിനെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ 1000ാമത്തെ പുസ്തകം ഡോക്ടർ ജിജു P. അലക്സ് എഴുതിയ നമ്മുടെ പശ്ചിമഘട്ടം, അല്ലേ 1000ാമത്തെ പുസ്തകം നമ്മൾ അക്കാദമിയിൽ പ്രകാശനം ചെയ്തത് ഇപ്പോഴും ഓർക്കുന്നു. അത് അങ്ങനെ സന്ദർഭമായിട്ട് പറഞ്ഞില്ല. 1000ാമത്തെ പുസ്തകം നമ്മുടെ പശ്ചിമഘട്ടം എന്ന പുസ്തകമായിരുന്നു. ഇവിടെ ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ പുസ്തകത്തിന്റെ പ്രസക്തി എന്താണ്, പുസ്തക പരിചയമൊക്കെ വളരെ വിശദമായി ഡേവിസ് നടത്തും. എന്നാലും എന്തുകൊണ്ടാണ് ഈ പുസ്തകം എന്ന് ചോദിച്ചാല് ഗാഡ്ഗിലും പരിഷത്തും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ അറിയണം. ഗാഡ്ഗിലും പരിഷത്തും തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് വികസന കാഴ്ചപ്പാടിലുള്ള സമാനതകളാണ്. ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ KS സുരേഷ് കുമാർ ഏറ്റുവാങ്ങി. പരിഷത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CL ജോഷി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പരിഷത്ത് പ്രവർത്തകനുമായ ED ഡേവിസ് പുസ്തകത്തെ പരിചയപ്പെടുത്തി. ജീവലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ശാസ്ത്രീയമായ പാരസ്പര്യത്തിന്റെ അടിത്തറയിലാണെന്ന് നമ്മെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ച മഹാനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു മാധവ് ഗാഡ്ഗിൽ. ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഇക്കാലത്ത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കൂടുതൽ പ്രസക്തമാകുന്നു. ഗാഡ്ഗിലിന്റെ സുഹൃത്തുക്കളും സഹയാത്രികരും വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തരുമായ വ്യക്തികൾ എഴുതിയ ലേഖനങ്ങളുടെ സമാഹരണമാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്ന പരിസ്ഥിതിയും വികസനവും ഇന്ത്യൻ അനുഭവങ്ങൾ എന്ന പുസ്തകം. ചേലക്കര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നന്ദകുമാർ, ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ, ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി T. വാസുദേവൻ സ്വാഗതവും പരിഷത്ത് ചേലക്കര യൂണിറ്റ് സെക്രട്ടറി ജിതേഷ് കുമാർ നന്ദിയും പറഞ്ഞു. നിരവധി പരിഷത്ത് അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. പ്രകൃതി കേന്ദ്രീകൃത വികസന കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് ഈ എക്കോസെൻട്രിക് ആയിട്ടുള്ള ആളുകൾ. അവരെ പറയുന്ന പേരാണ് ഡീപ് എക്കോളജിസ്റ്റ്. അസയം മനുഷ്യ കേന്ദ്രീകൃത വികസന കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ചിന്താധാരയെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഷാലോ എക്കോളജിസ്റ്റ് എന്ന പേരിലാണ്. ഇവർ തമ്മിൽ ഒരു കോൺഫ്ലിക്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിന്താ മണ്ഡലത്തിലായാലും പ്രവൃത്തി മണ്ഡലത്തിലായാലും ഈ 2 സ്കൂൾ ഓഫ് തോട്ടിന്റെ ഒരു കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത്
പ്രകൃതി തീവ്രവാദം എന്ന് ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഡീപ് എക്കോളജിസ്റ്റുകൾ, മറുഭാഗത്ത് കമ്പോളാധിഷ്ഠിത വികസനം എന്ന് പലപ്പോഴും ആക്ഷേപിക്കപ്പെടുന്ന ഷാലോ എക്കോളജിസ്റ്റുകൾ. നമ്മുടെ പാത ഏതിലൂടെയായിരിക്കണം? ശാസ്ത്രത്തെ അടിസ്ഥാന ചിന്താധാരയായി എടുത്തിരിക്കുന്ന പരിശുദ്ധ പോലുള്ള സംഘടനകളുടെ CCV ന്യൂസ് ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര.